പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് പ്രതിസന്ധികളിലൂടെയാണ് കർഷകർ കടന്നുപോകുന്നത്. വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട്ടിലെ വാഴ കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആവശ്യത്തിന് നേന്ത്രക്കായ ഉണ്ടായിട്ടും വില ലഭിക്കാത്തതിനാൽ കർഷകരും സംഭരിക്കുന്നവരും ഒരുപോലെ പ്രതിസന്ധി നേരിടുകയാണ്. 1.5 മാസത്തിലേറെയായി കിലോയ്ക്ക് 20 രൂപയിൽ താഴെയാണ് നേന്ത്രക്കായയുടെ വില. എക്കാലത്തെയും വിലത്തകർച്ചയെ നേരിടുകയാണ് വയനാട്ടിലെ വാഴ കർഷകർ. നേന്ത്രക്കായ കിലോയ്ക്ക് ലഭിക്കുന്നത് കേവലം 15 രൂപ. മുടക്ക് മുതൽ പോലും തിരിച്ചുപിടിക്കാൻ കഴിയാതെ നട്ടം തിരിയുന്നുണ്ട് കർഷകർ. മണ്ഡലമാസം, ക്രിസ്മസ്, പുതുവത്സരം, നേന്ത്രക്കായയ്ക്ക് ഉയർന്ന വില ലഭിക്കേണ്ട കാലമാണിത്. എന്നാൽ വയനാട്ടിലെ സ്ഥിതി മറിച്ചാണ്. വില ഇപ്പോൾ കിലോയ്ക്ക് 15ആയി ചുരുങ്ങിയിരിക്കുന്നു. ഉൽപാദന ചിലവ് പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉൽപാദനം കൂടി. ഇതോടെ വരവുകായകളുടെ തോത് ഉയർന്നതാണ് തിരിച്ചടിയായതെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷം 24-നും 30-നും ഇടയിലായിരുന്നു കിലോയ്ക്ക് നേന്ത്രക്കായയുടെ വില. ഈ വിലയാണ് ഇപ്പോൾ 15ലേക്ക് കൂപ്പുകുത്തിയത്. അന്യ സംസ്ഥാനങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കയറ്റിക്കൊണ്ടുവരാനുള്ള അനുമതി ഗവൺമെൻറ് കൊടുക്കുകയും നമ്മൾ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എടുത്തു പോകാത്തൊരവസ്ഥയുണ്ട്. ഇപ്പം ബത്തേരി ഭാഗത്തുനിന്ന് ഡെയിലി കൃഷിക്കാർ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഞങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ വാഴക്കൊല എടുത്തേ പറ്റുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയെന്ന് വെച്ചാൽ എടുത്ത് മറ്റൊരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ അത് വാങ്ങാൻ ആളില്ല. കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ണൂർ ട്രഡേഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് 20 രൂപയ്ക്ക് അവിടെ ഡെലിവറി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 17 രൂപയ്ക്ക് ഇവിടെ ഡെലിവറി കിട്ടുന്നുണ്ട് കർണാടക. അപ്പം നിങ്ങളെ ബനാന ഞങ്ങൾ എന്തിനെടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. താങ്ങുവില കൃത്യമാക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുകയും ചെയ്യണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. 15 രൂപ നിരക്കിൽ നേന്ത്രവാഴക്കുലകൾ വിൽക്കുന്നതിലും ഭേദം സൗജന്യമായി നൽകുകയാണ് നല്ലതെന്നും കർഷകർ പറയുന്നുണ്ട്. കിലോയ്ക്ക് 30 രൂപയെങ്കിലും ലഭിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും കർഷകർ പറയുന്നു. വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുകയാണ് വയനാടൻ കർഷകർ. ഇതിനിടയിലാണ് ഈ വിധമൊരു വിലത്തകർച്ച. പലരും കൃഷി തന്നെ ഉപേക്ഷിക്കുന്ന നിലയുണ്ട്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയ്ക്ക് വിറ്റാൽ വളമിടാനുള്ള കാശ് പോലും കിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത്. അടുത്ത സീസണിലും നഷ്ടം സഹിച്ച് വാഴകൃഷി ചെയ്യാതെ മറ്റ് കൃഷികളിലേക്ക് മാറാനാണ് പല കർഷകരുടെയും ആലോചന. കേൾക്കാം പ്രതികരണങ്ങൾ. കുറച്ച് മാസങ്ങളായിട്ട് വിലയ്ക്ക് പറ്റ വിടിവ് കാരണം പറ്റിടിവ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വാഴകൃഷി വന്നതുകൊണ്ടാകാം എന്നാണ് കരുതിയത്. പക്ഷേ അതൊന്നുമല്ല. കച്ചവടക്കാർ തമ്മിലുള്ള എന്തോ ഒരു ചെറിയ നീക്കുപോക്ക് ഇതിൻ്റെ മുകളിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ, കൃഷിക്കാർ എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ങുവില ഞങ്ങൾ പല മന്ത്രിമാരെടുത്തു, ഉദ്യോഗസ്ഥന്മാരെടുത്തു. ഞങ്ങൾ അതിന് വേണ്ട എല്ലാ നിവേദനവും കൊടുത്തു. 13 ജില്ലക്കും 30 രൂപയാണ്. വയനാട് ജില്ലക്ക് മാത്രം 24 രൂപ. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇൻഷൂറിനും വളരെയധികം ബുദ്ധിമുട്ടുള്ള കൃഷിക്കാർക്കുള്ളത്. നഷ്ടപരിഹാരം 21 നഷ്ടപരിഹാരം ഇവർ കൊടുത്തത് ഇതുവരെ കൊടുത്തിട്ടില്ല. 200 രൂപയുടെ മുകളിൽ ഒരു വാഴയ്ക്ക് ചിലവ് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഒരു 18 രൂപ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് 10 കിലോ ഉള്ളൊരു കുലയ്ക്ക് ഒരു 150 രൂപയിൽ നമുക്ക് കിട്ടും. രാസവളത്തിനാണെങ്കിൽ അതിൻ്റെ കീടനാശിനികൾക്ക് ആണെങ്കിൽ ഭയങ്കര വിലയാണുള്ളത്. കൃഷിക്കാരെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകൾ, സർക്കാർ സംവിധാനങ്ങളുണ്ടെങ്കിലും കുറേ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചതല്ലാണ്ട് കൃഷിക്കാർക്ക് കൊണ്ട് യാതൊരു ഗുണവുമില്ല. രാസവളങ്ങൾക്ക് വില കൂടിയ കാലം, അതിൻ്റെ പുറമെ കൂലിപ്പണിക്കാർ അതിന് കിട്ടാത്തത്, പിന്നെ അതിൻ്റെ പുറമെ ഭയങ്കര കൂലി കൊടുത്ത് വേണം പണിയെടുപ്പിക്കണമെങ്കിൽ ഇപ്പോൾ കിലോയ്ക്ക് 15 റുപ്യൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു 30 റുപ്യയിൽ താഴോട്ട് വന്നാൽ കൃഷിക്കാർക്ക് ഒരിക്കലും ഒക്കില്ല. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.